എല്ലാവർക്കും നമസ്കാരം. ഞാൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന 81ാമത്തെ വർക്കായ പൊട്ടൻ എന്ന ഹ്രസ്വ ചിത്രത്തിൻ്റെ കവിത ഇന്ന് റെക്കോർഡിംഗ് ആണ്. എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ കലാജീവിത സപര്യ ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ, അതും ഒറ്റയ്ക്ക് തുടർന്നു പോകുമ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്തും അതുപോലെ തന്നെ ഒരുപാട് വൈതരണികളും ഒക്കെ കടന്നാണ് നമ്മൾ ഇത്രത്തോളം വർക്ക് ചെയ്ത് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ചെറിയ ചെറിയ വർക്കാണ് എന്ന് പറഞ്ഞാലും നമുക്ക് വലിയ സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ഒരു ബുക്ക് എഴുതുന്നു എന്ന് പറയുമ്പോൾ 1-2 ബുക്ക് എഴുതാനേ നമുക്ക് സാധിക്കത്തുള്ളൂ. പക്ഷേ 80ഓളം വർക്ക് ചെയ്ത് നമ്മൾ എഴുതിയ വരികൾ എന്താ പറയുക, പ്രേക്ഷകർക്ക് ദൃഷ്ടിഗോചരമായി അത് കണ്ടുപോകാൻ പറ്റുക എന്നത് ഒരു ബുക്ക് എഴുതുന്നതിലും വളരെ നല്ലതായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനെല്ലാം കൈയെഴുത്ത് എൻ്റെ കൈകൊണ്ട് എഴുതുന്നതാണ്. ഇത് പൊട്ടൻ എന്ന് പറയുന്ന ആ ഒരു കവിതയാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. പാടുന്നത് ഡോക്ടറായ യുവകവി മാമ്പഴം എന്നൊക്കെയുള്ള കവിത ഇതിൽ ചാനലിലൊക്കെ പങ്കെടുത്തിട്ടുള്ള കവിയാണ്. അദ്ദേഹം ഡോക്ടറാണ്, യുവകവിയാണ് ഈ പൊട്ടൻ എന്ന് പറയുന്ന കവിത ആലപിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ അദ്ദേഹത്തിന് റിഹേഴ്സലൊക്കെ കൊടുത്തിരിക്കുന്ന ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പം ഓരോന്നും ഘട്ടം ഘട്ടമായിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ പറയുക, നമുക്കത് മുരുകൻ കാട്ടാക്കട മാഷാണ് അദ്ദേഹമാണ് അത് ട്യൂൺ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അന്ന് അത് ഞാൻ റിഹേഴ്സലൊക്കെ കൊടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ജോലിയുടെയൊക്കെ സൗകര്യം നോക്കിയിട്ട് ഇന്ന് മുഹറം ആയതുകൊണ്ട് നാളെയാണ് അവധിയെങ്കിലും ഇന്നാണ് അദ്ദേഹത്തിന് പാടാനായിട്ട് ഒരു സമയം ഉണ്ടായത്. അപ്പോൾ ആ സമയത്തിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ജിൻഡോ മാഷിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഉച്ച ഊണൊക്കെ കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഏകാഗ്രമായിട്ടിരുന്നിട്ട് എന്താ പറയുക, ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും നമുക്ക് അടുത്ത ലിറിക്സ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അടുത്ത 82ാമത്തെ വർക്കെന്ന് പറയുന്നത് അത് ഉടനെ അതും ശരിയാക്കണം. പൈസ എന്ന് പറയുന്ന രണ്ടാമത്തെ ഘടകമാണ്. നമ്മുടെ വിൽ പവറും നമ്മുടെ എന്താ പറയുക, ആ ഒരു കഷ്ടപ്പെടാനുള്ള ആ ഒരു ത്യാഗസന്നദ്ധതയൊക്കെയാണ് നമ്മൾ വെറുതെ ഇരിക്കരുത്. മൈൻഡ് വെറുതെ അലസ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുര എന്ന് പറയുന്നത് പോലെ, ഞാനിപ്പോൾ അമ്മേനെ ലേക്ക് ഷോറിലൊക്കെ കൊണ്ട് കാണിച്ചിട്ട് 2-2:30 ആയപ്പോൾ എത്തി. അമ്മയ്ക്ക് ചോറൊക്കെ കൊടുത്ത്, മോന് കൊടുത്ത്, ഷൈൻചേട്ടന് ചോറും ഒക്കെ കൊടുത്തിട്ട് ഒരു അല്പസമയം റെസ്റ്റ് എടുത്തിട്ടാണ് ഞാനത് ഇതിന് വന്നിരിക്കുന്നത്. ഇനി എനിക്ക് നാളെ ട്രിവാൻഡ്രം യാത്രയുണ്ട്. അപ്പോൾ അത് ഞാൻ നാളെ പറയാം. അപ്പോൾ ഈ പൊട്ടൻ എന്ന് പറയുന്ന കവിത പാടാനുള്ള ആളിപ്പോൾ എത്തും. അപ്പോൾ എല്ലാവരും കുറേയധികം പേര് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ നിങ്ങളുടെ ലൈക്കൊന്നുമല്ല, നമുക്ക് ആ സപ്പോർട്ടാണ് വലുത്. അപ്പം നന്ദി, നമസ്കാരം.